ഇന്ന് വളർന്നു വരുന്ന ഓൺലൈൻ മണി മേക്കിംഗ് ഇൻഡസ്ട്രിയിലെ നമ്പർ 1 ആയിട്ടുള്ള ഒരു സംഭവമാണ് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ആമസോൺ അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോ നമ്മളിന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് എന്താണ് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ്, എങ്ങനെ തുടങ്ങാം എന്നൊക്കെയാണ്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ടൈം ഈസ് മണി. സോ ഇന്ന് പലതരത്തിലുള്ള യൂട്യൂബേഴ്സും കാര്യങ്ങൾ ഏൺ ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ് ഈ ആമസോൺ അഫിലിയേറ്റഡ് എന്ന് പറയുന്നത്. സോ അതിൽ നമ്മൾ ആമസോൺ അഫിലിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആമസോൺ ഒരു പാർട്ടും കൂടി ആവുകയാണ്. സോ എന്താണ് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ്, നമ്മൾ മലയാളത്തിൽ ഒറ്റവാക്കി പറയുകയാണെങ്കിൽ കമ്മീഷൻ അടിക്കുക എന്ന് വേണമെങ്കിൽ പറയില്ല, അതാണ് സംഭവം. സോ വേറൊന്നുമില്ല, എനിക്കൊരു പ്രോഡക്റ്റ് കണ്ട് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ എനിക്കൊരു ഗാഡ്ജറ്റ്സ് കണ്ട് ഇഷ്ടപ്പെട്ടു, അത് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യണം. അത് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തിട്ട് ഒരു ലിങ്ക് വഴിയാണ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. സോ ആ ഒരു ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് അതുവഴി നിങ്ങൾ പർച്ചേസ് ചെയ്താൽ സോ അതിൽ നിന്ന് ഒരു ശതമാനം അല്ലെങ്കിൽ അതിൽ നിന്നൊരു പ്രോഫിറ്റ്, ആമസോണിൽ ഒരു പ്രോഫിറ്റ് എനിക്ക് വന്ന് വരും. സോ ഇതാണ് ഈ ഒരു അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. സോ നിങ്ങൾ ഈ യൂട്യൂബേഴ്സ് കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ സിമ്പിൾ ഗർ മലയാളം ആ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഒരു ഓരോ പ്രോഡക്ട്സിനെ കുറിച്ച് അവർ ഇങ്ങനെ പ്രൊമോഷൻ ചെയ്യും, അതിൻ്റെ ലിങ്ക്സ് ബയോയിലുണ്ടെന്നൊക്കെ പറയും. സോ അത് ക്ലിക്ക് ചെയ്താലും ഓരോ ഷെയറിനും അതുപോലെ തന്നെ അത് പർച്ചേസ് ചെയ്യുന്നതിനും അവർക്ക് കമ്മീഷൻ കിട്ടിക്കൊണ്ടേയിരിക്കും. അതാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം കിട്ടിയല്ലോ എന്താണ് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇതുവഴി നല്ല രീതിയിൽ തന്നെ ഇൻകം ജനറേറ്റ് ചെയ്യുക. അത് നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് പോലെ ഇരിക്കും, നിങ്ങൾ കണ്ടുപിടിക്കുന്ന പ്രോഡക്റ്റ് പോലെ ഇരിക്കും, നിങ്ങൾ ചെയ്യുന്ന പ്രൊമോഷൻ പോലെ ഇരിക്കും, നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. സോ നമുക്കിത് ഓരോന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. സോ ഇതിൻ്റെ ഒരു പാർട്ട് 2 നമ്മൾ ലൈവായിട്ട് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അത് മിസ്സായിരിക്കാണ്ട് ഇപ്പോഴും തന്നെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെച്ചേക്കുക. സോ എന്തൊക്കെയാണെന്നല്ലേ പറഞ്ഞുതരാം. സോ ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും 18 വയസ്സിന് കൂടുതൽ മുകളിലുള്ള ഓരോ കുട്ടികൾ അല്ലെങ്കിൽ ഓരോ വ്യക്തികളായിരിക്കും. 18 വയസ്സോ അതിൽ കൂടുതലുള്ള ഓരോ വ്യക്തികളായിരിക്കും എന്നുള്ളതാണ്. സോ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ അതിൽ നിങ്ങൾക്ക് പാൻ കാർഡ് നിർബന്ധമാണ്. സോ പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ ആ ഒരു കാർഡ് നിങ്ങൾക്ക് നിർബന്ധമാണ്. സോ അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇത് ചെയ്യാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ പറയുന്നത് ആമസോൺ അസോസിയേറ്റിലെ ഒരു അക്കൗണ്ട് നിങ്ങൾ എടുക്കുക എന്നതാണ്. സോ അതിൽ വേറെ പേയ്മെൻറ്റും കാര്യങ്ങളും ഒന്നുമില്ല, നിങ്ങൾക്ക് സിമ്പിളായിട്ട് തുടങ്ങാൻ പറ്റും. ആമസോൺ അസോസിയേറ്റ് എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ അതിൽ തന്നെ നിങ്ങൾക്ക് പ്രോഡക്ട്സും കാര്യങ്ങളെല്ലാം വരും. സോ അതിൽ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് നിങ്ങൾ ആമസോണിലെ ഒഫീഷ്യൽ ആപ്പിലോട്ട് കയറിപ്പോകും. സോ ഇത് ആമസോണിൻ്റെ ഒരു പാർട്ട് തന്നെയാണ് ആമസോൺ അസോസിയേറ്റ് എന്ന് പറയുന്നത്. സോ അതിൽ നിങ്ങൾ അക്കൗണ്ടും കാര്യങ്ങളെല്ലാം എടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ടത് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം പേജോ നിങ്ങൾക്ക് ആവശ്യമാണ്. സോ അതിൽ തന്നെ ചോദിക്കും. സോ നിങ്ങൾക്കിപ്പോൾ ഉള്ളത് വെബ്സൈറ്റ് ആണോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം പേജാണോ അല്ലെങ്കിൽ അതിൻ്റെ പേരെന്താണ്. സോ എല്ലാ കാര്യങ്ങളും ഈ ഒരു ആമസോൺ അസോസിയേറ്റിൽ അക്കൗണ്ട് എടുക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പുതിയ അക്കൗണ്ട് എടുത്തിട്ട് അത്യാവശ്യം ഫോളോവേഴ്സും കാര്യങ്ങളെല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് റീച്ച് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അഥവാ നിങ്ങൾക്ക് വെബ്സൈറ്റും കാര്യങ്ങളെല്ലാം തുടങ്ങാനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങളൊരു ഒഫീഷ്യലായിട്ടൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. സോ അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ വെച്ചാൽ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റാണോ വേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ അത് നിങ്ങൾക്ക് ആമസോൺ അസോസിയേറ്റ് വഴി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ അതിൻ്റെ ലിങ്ക് തന്നെ അതിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാനും പറ്റുന്നതായിരിക്കും. സോ ആ ലിങ്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഞാൻ ഒരു റോബോട്ടിക് ഈ വീഡിയോ കാണിക്കുന്ന റോബോട്ടിക് പെർഫ്യൂം വാങ്ങിച്ചെന്ന് വെച്ചോളൂ. സോ അതിൻ്റെ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയാണ്. അത്യാവശ്യം റീച്ചും കാര്യങ്ങളെല്ലാം കിട്ടി. സോ ഈ ഒരു ആമസോൺ അസോസിയേഷനിൽ വഴിയാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് കണ്ടെത്തിയത്. സോ ഇതിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ ലിങ്ക് എടുക്കാൻ പറ്റും. ഈ ഒരു ആമസോണിൽ ഡയറക്റ്റ് കയറി പോകുന്ന ഒഫീഷ്യലായിട്ടുള്ള ലിങ്ക് നമുക്ക് എടുക്കാൻ പറ്റും. സോ അത് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ആ ഒരു ബയോയിൽ ഇടുകയാണ്. സോ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു ബയോയിൽ കയറി വന്നിട്ട് എൻ്റെ ബയോയിൽ കയറി വന്നിട്ട് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഇതിൽ വഴി സാധനം വാങ്ങിച്ചാൽ എനിക്ക് അതിൻ്റെ ഒരു ശതമാനം പ്രോഫിറ്റായിട്ട് കിട്ടും. സോ ഇതാണ് ഈ ഒരു ആമസോൺ എന്ന് പറയുന്ന ആമസോൺ അഫിലിയേറ്റഡ് എന്ന് പറയുന്ന സംഭവത്തിൽ നടക്കുന്നത്. സോ ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് പേയ്മെൻറ്റാണ്, അല്ലെങ്കിൽ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പേയ്മെൻറ്റാണ്. സോ അതിൽ നമ്മൾ GST കാര്യങ്ങളെല്ലാം ഇവർ പിടിക്കും. അതായത് നമ്മൾ ഇന്ത്യൻ ഗവൺമെൻറ് GST കാര്യങ്ങളെല്ലാം വിളിച്ചിട്ട് എല്ലാം ടാക്സ് എല്ലാം പോയിട്ട് പക്ക ലീഗലായിട്ടുള്ള എമൗണ്ടാണ് നമുക്ക് കിട്ടുന്നത്. സോ നമ്മൾ വർക്ക് ചെയ്യുന്ന എമൗണ്ട് നമുക്ക് സുഖമായിട്ട് കിട്ടും. സോ അത്രത്തോളം നിങ്ങൾ കൺസിസ്റ്റൻസി ആയിട്ട് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു സുഖമായിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഇൻകം ഇതുവഴി ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ ട്രെൻഡിങ് ആയിട്ടുള്ള പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ ഇത് പ്രൊമോഷനും കൂടെ ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ സുഖമായിട്ട് നിങ്ങൾ ഈ ഒരു ആമസോൺ എന്ന് പറയുന്ന അഫിലിയേറ്റഡ് മാർക്കറ്റിലെ ഒരു അംഗം കൂടിയായി, അതുപോലെ തന്നെ നല്ലൊരു മാർക്കറ്റിംഗ് കൂടെ നിങ്ങൾ ഇതുവഴി പഠിക്കും.
സോ സംഭവിച്ച് നിങ്ങൾ സ്റ്റെപ്പ് മറക്കണ്ട. ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ആമസോൺ അസോസിയേറ്റിൽ നിങ്ങളൊരു അക്കൗണ്ട് എടുക്കുക. സോ അതിൽ നിങ്ങൾ സ്വന്തമായിട്ടൊരു വെബ്സൈറ്റോ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടൊരു ഇൻസ്റ്റാഗ്രാം പേജോ തുടങ്ങുക. സോ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും വെച്ച് ഈ ഒരു ആമസോൺ അസോസിയേറ്റിൽ നിങ്ങളൊരു മെമ്പർഷിപ്പ് എടുക്കുക. നിങ്ങൾക്ക് വേറെ ഫണ്ടോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അതിനുശേഷം നിങ്ങളൊരു പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക. പ്രോഡക്റ്റ് അതിനെക്കുറിച്ച് നിങ്ങൾ പ്രൊമോഷൻ ചെയ്യുക. സോ അതിൻ്റെ ലിങ്ക് ഈ ഒരു ആമസോൺ അസോസിയേഷനിൽ തന്നെ നിങ്ങൾ എടുക്കുക. സോ എന്നിട്ട് അത് നിങ്ങൾ പ്രൊമോഷൻ ചെയ്യുക. ഈച്ച് ക്ലിക്ക് ഷെയർ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഗ്രാഫ് റെപ്രസെൻറ്റേഷനായിട്ട് ഈ ഒരു ആമസോൺ അസോസിയേറ്റ് എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ലഭിക്കും. സോ ഇത് നമ്മൾ സെക്കൻഡ് പാർട്ടായിട്ട് സുഖമായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ചാനലിൽ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും. പാർട്ട് 2 ആയിട്ട് അത് നിങ്ങൾ തരുന്ന സപ്പോർട്ടും കാര്യങ്ങളെല്ലാം പോലെ ഇരിക്കും. സോ എന്തൊക്കെയായിരുന്നു അതിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. സോ നിങ്ങളുടെ സംശയവും കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. സോ നമുക്ക് കമൻറ്റ് റിപ്ലൈ തരാൻ പറ്റും. സോ അത് നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളെല്ലാം ക്ലിയറും ചെയ്ത് തരാൻ വേണ്ടി പറ്റും. സോ ഇത് മികച്ച നല്ല ഇതുപോലത്തെ കണ്ടൻറ്റുമായി ടൈം ഈസ് മണി എന്ന ചാനൽ വീണ്ടും നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. സോ വൺസ് അഗൈൻ വി ആർ ടെല്ലിങ് ടൈം ഈസ് മണി പ്രോ.